ഇറാനെ പോലെ തന്നെ ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ പേരിൽ മാത്രമല്ല, കുറച്ചധികം കാലങ്ങളായി മാധ്യമങ്ങളിൽ യമനും ഹൂത്തികളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് യമൻ ഇത്രമേൽ വാർത്താ പ്രാധാന്യമുള്ള ഒരു രാജ്യമായി മാറുന്നത്? അതിനപ്പുറത്തേക്ക് അതിസമ്പന്നരായ അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ യമൻ എന്തുകൊണ്ടാണ് അതിദരിദ്രമായ ഒരു രാജ്യമായി മാറിയത്? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇസ്ലാമിന് മുമ്പുള്ള യമനെ കുറിച്ച് പറയുമ്പോൾ, അഥവാ പ്രാചീന യമനെ കുറിച്ച് പറയുമ്പോൾ, സബായിൻ ഭരണകൂടമാണ് അവിടെ ഏറ്റവും പഴക്കമേറിയ, ഏറ്റവും പവർഫുൾ ആയ ഭരണകൂടം എന്ന് പറയുന്നത്. BC 1200 മുമ്പാണ് ഈ സബായിൻ ഭരണകൂടം അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഈ സബായിൻ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന ക്വീൻ ഓഫ് ഷബ, അഥവാ ഖുറാനിൽ ബൽക്കീസ് രാജ്ഞി എന്നൊക്കെ പറയുന്ന കിങ് സോളമൻ സുലൈമാൻ നബിയുടെ അടുക്കിലേക്ക് പോയ ബൽക്കീസ് രാജ്ഞിയുടെ ഭരണകൂടം എന്ന് പറയുന്നത് സബായിൻ ഭരണകൂടമാണ്. ഈ സബായിൻ ഭരണകൂടത്തിന്റെ കാലം എന്ന് പറയുന്നത് യമനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോസ്പറസ് ആയ ഒരു കാലഘട്ടമാണ്. മഗ്‌രിബിലെ ഒരു ഡാം പണിത് അന്നത്തെ കൃഷിയൊക്കെ വലിയ പുരോഗതിയിലേക്ക് എത്തുന്നത് ഈ ഡാം വഴിയായിരുന്നു. ഈ സബായിൻ ഭരണകൂടമാണ് ആ ഡാം പണിയുന്നത്. അത് കാലങ്ങളോളം, വർഷങ്ങളോളം അവിടുത്തെ ആ പ്രോസ്പെരിറ്റിയുടെ ഒരു അടയാളമായി ആ ഡാം അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഇതേ സമയത്ത് തന്നെ യമനിൽ ഭരണം നടത്തിയ മറ്റൊരു ഭരണകൂടമായിരുന്നു കാത്തബൻ ഡൈനാസ്റ്റി. അതുപോലെ തന്നെ മറ്റൊന്നായിരുന്നു ഹലർമൗത്ത് ഡൈനാസ്റ്റി. വേറൊരു ഡൈനാസ്റ്റി ആയിരുന്നു മീനായിൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഈ ഡൈനാസ്റ്റികളൊക്കെ തന്നെ ഒരു ബഹുദൈവ വിശ്വാസത്തെ, അല്ലെങ്കിൽ ആ ബഹുദൈവ ആരാധനയെ മുന്നോട്ട് വെച്ചിരുന്ന, അതിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഭരണകൂടങ്ങളായിരുന്നു. എന്നാൽ ഈ പറയുന്ന കാത്തബൻ ഡൈനാസ്റ്റിയെയും അതുപോലെ തന്നെ സബായിൻ ഡൈനാസ്റ്റിയെയും മീനായിൻ ഡൈനാസ്റ്റിയും ഒക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവിടെ ആധിപത്യം സ്ഥാപിച്ച മറ്റൊരു ഡൈനാസ്റ്റി ആയിരുന്നു ഹുംയാരിഡ് ഡൈനാസ്റ്റി. ഇവരുടെ കാലശേഷം വന്നൊരു ഡൈനാസ്റ്റി ആയിരുന്നു ഹുംയാരിഡ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഈ ഹുംയാരിഡ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് പോളിത്തീസം എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും ജൂതമതത്തിലേക്ക് കൺവേർട്ടഡ് ആയ ഒരുപാട് ഭരണാധികാരികളുള്ള ഒരു ഭരണകൂടമായിരുന്നു ഹുംയാരിഡ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഇന്നത്തെ യമന്റെ വലിയ ഒരുപാട് പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ട് അതിനെ യോജിപ്പിച്ച് ഭരണം നടത്തിയ ഒരു ഭരണകൂടമായിരുന്നു ഹുംയാരിഡ് ഡൈനാസ്റ്റി. പക്ഷെ ഇവരുടെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ഉണ്ടായി. നെജ്റാനിൽ നടന്ന ഒരു കൂട്ടക്കൊല. അന്ന് ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭാഗമായ നെജ്റാനിലെ ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികളെ അന്നത്തെ ഈ ജൂത ഭരണാധികാരിയായിരുന്ന ഹുംയാരിഡ് ഡൈനാസ്റ്റിയിലെ ഭരണാധികാരി അന്ന് കൂട്ടക്കൊല ചെയ്യുകയുണ്ടായി. ഇത് ചുറ്റുപാടുമുള്ള വലിയ രീതിയിൽ ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾക്ക് വലിയ രീതിയിൽ ഈ പറയുന്ന ഹുംയാരിഡ് ഡൈനാസ്റ്റിയോടൊരു എതിർപ്പുണ്ടാക്കുകയും അത് പിന്നീട് എത്യോപ്യൻ ക്രിസ്ത്യൻ ഭരണകൂടം പിന്നീട് യമനിലേക്ക് അധിനിവേശം നടത്താനുള്ള ഒരു കാരണമായി തീരുകയും ചെയ്തു. അക്സൂമൈറ്റ് ഡൈനാസ്റ്റിയാണ് അങ്ങനെ പിന്നീട് യമനിലേക്ക് കടന്നു വരുന്ന ക്രിസ്ത്യൻ ഡൈനാസ്റ്റി. അങ്ങനെ ഹുംയാരിഡ് ഡൈനാസ്റ്റിയെ പൂർണ്ണമായി ഇല്ലാതെയാക്കിക്കൊണ്ട് ഈ അക്സൂമൈറ്റ് ഡൈനാസ്റ്റി അവിടെ ആധിപത്യം സ്ഥാപിച്ചു. സ്വാഭാവികമായും പിന്നീട് ക്രിസ്തു മതത്തിനായിരുന്നു ഈ പറയുന്ന യമൻ എന്ന് പറയുന്ന പ്രദേശത്ത്, യമൻ രാജ്യത്ത് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത്. ഈ അക്സൂമൈറ്റ് ഡൈനാസ്റ്റി പിന്നീട് കാലങ്ങളോളം ഭരണം നടത്തി. പക്ഷേ കാലക്രമേണ ശക്തിയില്ലാത്ത ഭരണാധികാരികൾ അവിടെ രൂപപ്പെടുകയും അങ്ങനെ പിന്നീട് പേർഷ്യൻ ആധിപത്യത്തിലേക്ക് അത് പോവുകയും ചെയ്തു. പിന്നീട് പേർഷ്യൻ എംപയർ ആയ സസാനിദ് എംപയർ പിന്നീട് ഈ പറയുന്ന അക്സൂമൈറ്റ് ഡൈനാസ്റ്റിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് യമനിലേക്ക് കടന്നു വന്നു. സ്വാഭാവികമായും അതോടുകൂടി അവിടെ അവരുടെ മതവിശ്വാസമായ സൊറാസ്ട്രിയനിസം, പേർഷ്യൻ മതവിശ്വാസമായ സൊറാസ്ട്രിയനിസം യമനിലേക്ക് കടന്നു വന്നു. അങ്ങനെ പിന്നീട് ഇസ്ലാം കടന്നു വരുന്നത് വരെ, പ്രവാചക കാലത്ത് ഇസ്ലാം യമനിലേക്ക് വരുന്നത് വരെ പിന്നീട് അവിടെ ഭരണം നടത്തുന്നത് ഈ സസാനിദ് എംപയറാണ്. ചുരുക്കി പറഞ്ഞാൽ ആദ്യകാലത്ത് ബൗദ്ധൈവ വിശ്വാസവും പിന്നീട് ഹുംയാരിഡ് ഡൈനാസ്റ്റിയുടെ കാലത്ത് മതവിശ്വാസവും അക്സൂമൈറ്റ് ഡൈനാസ്റ്റിയുടെ കാലത്ത് ക്രിസ്തു മതവിശ്വാസവും പിന്നീട് സസാനിദ് എംപയറിന്റെ കാലത്ത് സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന മതവിശ്വാസവും മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു രാജ്യമായിരുന്നു യമൻ എന്ന് പറയുന്നത്. ഈ സസാനിദ് എംപയർ യമനിൽ ഭരണം നടത്തുന്ന കാലത്താണ് പ്രവാചകൻ ഇസ്ലാമുമായി മക്കയിൽ വരുന്നത്. വളരെ എളുപ്പത്തിൽ തടസ്സങ്ങളൊന്നും കൂടാതെ യമനിലേക്ക് ഇസ്ലാമിന്റെ ഒരു കടന്നുവരവ് സാധ്യമായി എന്നതാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പ്രധാനമായും യമന് അത് ഒരു കലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രധാനമായും റിലീജിയസ് കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നു. അതിനപ്പുറത്തേക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. യമന്റെ ഒരു ജീവിതോപാധി എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. ഈ കൃഷിക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിരുന്ന ഡാം ഓഫ് മഗ്‌രിബ് എന്ന് തകരുകയും അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് യമനെ കൊണ്ടുപോവുകയും ചെയ്തു. റിലീജിയസ് കോൺഫ്ലിക്റ്റുകൾ അതിന് പുറമേ നടക്കുന്നുണ്ട്. ഈ രീതിയിൽ എല്ലാ രംഗത്തും കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ ഇസ്ലാമായി കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അത് സാധ്യമായി എന്ന് തന്നെയാണ്.
പ്രവാചകൻ ആ കാലത്ത് അയൽ രാജ്യങ്ങളിലേക്ക് അവിടുത്തെ ഭരണാധികാരികളിലേക്ക് നിരന്തരമായി ഇസ്ലാമിലേക്ക് ക്ഷണം നടത്തിക്കൊണ്ടുള്ള കത്തുകൾ അയച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ യമനിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന സസാനിദ് ഗവർണറായിരുന്ന ബാദാനും ഇത്തരത്തിലുള്ള ഒരു കത്ത് അയക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്ക് മതം പഠിപ്പിക്കാനായി പിന്നീട് പ്രവാചകൻ മുആദ് ബിൻ ജബലിനെയും അലി ബിൻ അബി ത്വാലിബിനെയും യമനിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ യമന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലേക്കും അങ്ങനെ ഇസ്ലാമിന്റെ ഒരു വ്യാപനം, ഇസ്ലാമിന്റെ ഒരു കടന്നുവരവ് ഉണ്ടാവുകയാണ്. അതിനുശേഷം ഇസ്ലാമിന് കീഴിലേക്ക് ഈ യമൻ മാറി. പിന്നീട് റാഷിദുൻ ഖാലിഫിന്റെ കാലത്ത് ചെറിയ രീതിയിലുള്ള ഒരു എതിർ സ്വരങ്ങൾ യമനിൽ നിന്നുണ്ടാവുന്നുണ്ട്. പ്രവാചകന്റെ കാലശേഷം യമനിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് റാഷിദുൻ ഖാലിഫേറ്റിലെ ആദ്യ ഭരണാധികാരിയായ അബൂബക്കർ അതൊക്കെ അടിച്ചമർത്തുകയും ചെയ്തു. പിന്നീട് റാഷിദുൻ ഖാലിഫേറ്റിന്റെ കാലത്ത് വളരെ സമാധാനപരമായി തന്നെ മുന്നോട്ട് പോയി. പിന്നീട് ഉമയ്യദ് ഡൈനാസ്റ്റി അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. ഈ ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ കാലത്താണ് യമനിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു ഷിയ ആശയധാരയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഉമയ്യദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സുന്നി ആശയധാര മുന്നോട്ട് വെക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു. എന്നാൽ യമനിൽ നിന്നും ചില ഷിയ വിഭാഗക്കാർ നിരന്തരമായി ഉമയ്യദ് ഡൈനാസ്റ്റിയുമായി ഗറില്ല പോരാട്ടങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഈ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി യമൻ അന്നും ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ കീഴിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ കാലശേഷം അബ്ബാസിദ് ഡൈനാസ്റ്റി അധികാരത്തിലെത്തി. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അബ്ബാസ് ഡൈനാസ്റ്റിയുടെ കീഴിൽ യമൻ മുന്നോട്ട് പോയി. എന്നാൽ അബ്ബാസികളുടെ അവസാന കാലമായപ്പോഴേക്കും മുസ്ലിം ലോകത്ത് പൂർണ്ണമായും വലിയ തോതിൽ ചെറിയ മുസ്ലിം ഭരണകൂടങ്ങൾ, സ്വതന്ത്ര ഭരണകൂടങ്ങൾ സ്ഥാപിതമായ ഒരു കാലഘട്ടമായിരുന്നു അത് യമനിലും പ്രതിഫലിച്ചു. യമനിലും ഇത്തരത്തിലുള്ള ചെറിയ ഭരണകൂടങ്ങൾ അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടം എന്ന് പറയുന്നത് സെയ്ദി ഷിയ വിഭാഗം അഥവാ സെയ്ദി ഇമാമേറ്റ് ആയിരുന്നു. സെയ്ദി ഇമാമേറ്റിന് വലിയ പ്രാധാന്യമുണ്ട് യമനിൽ. കാരണം പിന്നീട് 962 വരെ ഏകദേശം അത്രത്തോളം കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഭരണകൂടത്തിന് നടത്തുന്നത് സെയ്ദി ഇമാമേറ്റ് ആണ്, അല്ലെങ്കിൽ സെയ്ദി ഷിയ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ സെയ്ദി ഇമാമേറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭരണകൂടം എന്ന് പറയുന്നത് സിയാദ് ഡൈനാസ്റ്റി. അതുപോലെ തന്നെ ഒരുപാട് ഡൈനാസ്റ്റികൾ പിന്നെ യമനിൽ നിന്നും വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് യമനിൽ പുറത്തുനിന്ന് ഈജിപ്ത്, അതുപോലെ തന്നെ തുർക്ക് വംശജരിൽ നിന്നൊക്കെ ഭരണകൂടങ്ങൾ, പിന്നീട് സ്വതന്ത്ര ഭരണകൂടങ്ങൾ യമനിൽ ഉണ്ടാകുന്നുണ്ട്. അയ്യൂബ് ഡൈനാസ്റ്റികൾ അവിടെ അധികാരം സ്ഥാപിക്കുന്നുണ്ട്. റസൂലിദ് ഡൈനാസ്റ്റി അധികാരം സ്ഥാപിക്കുന്നുണ്ട്. താഹിരിദുകൾ അധികാരം സ്ഥാപിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭരണകൂടങ്ങളൊക്കെ പിന്നീട് യമനെ ഭരണം നടത്തുന്നുണ്ട്. അങ്ങനെ 1517 പിന്നീട് ഒട്ടോമൻ എംപയറിന് കീഴിലേക്ക് യമന് മാറുന്നത്. ഒട്ടോമൻ എംപയർ യമനിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഒട്ടോമൻ എംപയറിന്റെ യമനി ആധിപത്യത്തെ നമുക്ക് 2 കാലഘട്ടങ്ങളായിട്ട് തരംതിരിക്കാം. ഒന്ന് 1635 വരെയുള്ള കാലഘട്ടമാണ്. രണ്ടാമത് 1872 മുതൽ 1918 വരെയുള്ള കാലഘട്ടമാണ്. ഈ ആദ്യകാലത്ത് യഥാർത്ഥത്തിൽ ഒട്ടോമൻ എംപയറിന്റെ ഒരു ആധിപത്യം തുടങ്ങാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാന മേഖലയാണ് എന്നുള്ളതാണ്. റെഡ് സീ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റെഡ് സീ റൂട്ടൊക്കെ കടന്നു പോകുന്ന ഏരിയയിലൂടെ പോർച്ചുഗീസ് അധിനിവേശമൊക്കെ ഉണ്ടാവും എന്ന് ഭയന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒട്ടോമൻ എംപയർ യമനിലേക്ക് ആധിപത്യം സ്ഥാപിക്കുന്നത്. എന്തായാലും 1635 വരെ നിരന്തരമായി പക്ഷെ അവർക്ക് സെയ്ദി ഷിയ വിഭാഗത്തിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. കാരണം ഒട്ടോമൻ എംപയർ എന്നുള്ളത് ഒരു സുന്നി ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെ സെയ്ദി ഷിയ വിഭാഗക്കാർ നിരന്തരമായി ഒട്ടോമൻ എംപയറുമായി നിരന്തരമായി യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. പ്രധാനമായും ഈ ഹൈലാൻഡുകൾ, മലമ്പ്രദേശങ്ങളൊക്കെ ഈ സെയ്ദി ഷിയ വിഭാഗക്കാരാണ് കൈയടക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഗറില്ല പോരാട്ടങ്ങൾക്ക്, ഒളിപ്പോരാട്ടങ്ങൾക്ക് ഇരയാവേണ്ടി വന്നിരുന്നു ഒട്ടോമൻ എംപയറിന്. അന്ന് ഈ സിറ്റികൾ, അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയകൾ ഒട്ടോമൻ എംപയറിന്റെ കീഴിലാണെങ്കിലും ഈ ഹൈലാൻഡുകളൊക്കെ സെയ്ദി ഷിയ വിഭാഗത്തിന് കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പറയുന്ന സെയ്ദി ഷിയ ഇമാമായിരുന്ന ഒരു അൽ ഖാസിമിന്റെ കാലത്ത് ആണ് യഥാർത്ഥത്തിൽ ഈ ഒട്ടോമൻ എംപയറുമായി നിരന്തരമായ ഒരു റിബല്യൻ, ഒരു വിപ്ലവം ഉണ്ടാകുന്നത്. അങ്ങനെ സക്സസ് ആയിട്ടുള്ള ഒരു വിപ്ലവത്തിനൊടുവിലാണ് 1635 ഈ ഖാസിമിനോട് പരാജയപ്പെട്ടുകൊണ്ട് ഒട്ടോമൻ എംപയറിന് ഈ പൂർണ്ണമായും യമനിൽ നിന്നും പിൻവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതോടുകൂടി പിന്നീട് ഈ ഖാസിമിദുകളുടെ ഒരു ഇമാം ഖാസിം അവിടെ ഭരണം നടത്തുകയും പിന്നീട് അവരുടെ തലമുറക്കാർ അവിടെ ഭരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ 1872 ഒരിക്കൽ കൂടി ഒട്ടോമൻ എംപയർ യമനിലേക്ക് ആധിപത്യം സ്ഥാപിച്ച് കടന്നു വരികയാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഖാസിമിദ് പവർ ഇല്ലാതായി എന്നുള്ളതാണ്. അത് തകർന്നോടുകൂടി വ്യാപകമായി യൂറോപ്യൻ അധിനിവേശം യമനിലേക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 1839 ഈ സൗത്ത് യമൻ പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക്
ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള യൂറോപ്യൻ അധിനിവേശമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഒരു ഒട്ടോമൻ എംപയറിന്റെ ആധിപത്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അങ്ങനെ 1872 ഒട്ടോമൻ എംപയർ യമനിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. യമനിൽ ആധിപത്യം എന്ന് പറയുന്നത് നോർത്തേൺ യമനിലാണ് പ്രധാനമായി ആധിപത്യം സ്ഥാപിക്കുന്നത്. കാരണം സൗത്ത് യമൻ പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിലാണ്. അതിനുശേഷം 1918 വരെ ഒരു ഒട്ടോമൻ ഭരണകൂടമായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ഭരണം നടത്തിയത്, നോർത്തേൺ യമനിൽ പ്രധാനമായും ഭരണം നടത്തിയത്. അപ്പോഴും സെയ്ദി ഷിയ വിഭാഗക്കാരുമായി നിരന്തരമായ പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അന്ന് സെയ്ദി ഇമാമായിരുന്ന യഹിയയുമായി നിരന്തരമായ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു. അവസാനം ഈ യഹിയയുമായി ഒരു കരാറിലെത്തുകയാണ് ഒട്ടോമൻ എംപയർ ചെയ്യുന്നത്. ആ കരാറിന്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത് ഈ കോസ്റ്റൽ ഏരിയകൾ, സിറ്റികളൊക്കെ ഒട്ടോമൻ എംപയർ ഭരിക്കാം, അതുപോലെ തന്നെ ഹൈലാൻഡുകൾ യഹിയയുടെ കീഴിൽ സെയ്ദി വിഭാഗക്കാർ ഭരിക്കുക എന്ന രീതിയിലുള്ള ഒരു ഡുവൽ പവർ എന്നൊരു കോൺസെപ്റ്റിലാണ് ആ ഒരു കരാറ് കൊണ്ടെത്തുന്നത്. ഇങ്ങനെ 1911 ഈ കരാറിൽ അവർ ഒപ്പിടുന്നത്. എന്നാൽ 1914 ലോകമഹായുദ്ധം, ഒന്നാം ലോകമഹായുദ്ധം വന്നതോട് കൂടിയിട്ട് കാര്യങ്ങളുടെ ഒരു ചിത്രം മാറി മറിഞ്ഞു എന്നുള്ളതാണ്. 1914 മുതൽ 1918 വരെ നീണ്ടു നിന്ന ഈ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഒട്ടോമൻ എംപയറിന് വ്യാപകമായ തകർച്ച നേരിട്ടു. മൊത്തത്തിൽ ആഗോളതലത്തിൽ തന്നെ ഒട്ടോമൻ എംപയർ തകർന്നടിഞ്ഞ ഒരു യുദ്ധമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം. ആ യുദ്ധത്തിനൊടുവിൽ സ്വാഭാവികമായും ഈ യഹിയ എന്ന് പറയുന്ന ഈ ഭരണാധികാരി സെയ്ദി ഇമാം ഈ യുദ്ധത്തിലൊരു ന്യൂട്രൽ സ്വഭാവമാണ് സ്വീകരിച്ചതെന്നുണ്ടെങ്കിൽ കൂടി യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന അവസരങ്ങളെ മുതലാക്കി അവരുടെ അധികാരം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. 1918 ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കനത്ത പരാജയം മൂലം ഒട്ടോമൻ എംപയറിന് അവിടെ നിന്നും പടിയിറങ്ങേണ്ടി വരികയാണ്. അങ്ങനെ സ്വാഭാവികമായും നോർത്തേൺ എംപയറിന്റെ പൂർണ്ണ ആധിപത്യം ഈ ഇമാം യഹിയയുടെ, സെയ്ദി ഇമാമായ യഹിയയുടെ കയ്യിലേക്ക് വരികയാണ്. അങ്ങനെയാണ് അദ്ദേഹം മുത്തവക്കലൈറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഡൈനാസ്റ്റിക്ക് ഈ നോർത്തേൺ യമനിൽ അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. ഈ മുത്തവക്കലൈറ്റ് ഡൈനാസ്റ്റി പിന്നീട് സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് മുത്തവക്കലൈറ്റ് കിങ്ഡം പിന്നീട് 962 വരെ അത് നിലനിന്നിട്ടുണ്ട്. ഇമാം യഹിയ സൻആ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ കിങ്ഡം, അവരുടെ ക്യാപിറ്റൽ സൻആ ആയിരുന്നു. ഈ മുത്തവക്കലൈറ്റ് കിങ്ഡത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് സൻആ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ഒറ്റപ്പെട്ട ഒരു രീതിയിലായിരുന്നു യമൻ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. ഫോറിൻ ആധിപത്യത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട്, മോഡേൺ ടെക്നോളജിയിൽ നിന്ന് ഒറ്റപ്പെടുത്തിക്കൊണ്ട് എല്ലാ രംഗത്തും ഒരു കൺസർവേറ്റീവായ നിലപാടായിരുന്നു ഇമാം യഹിയയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. അദ്ദേഹം ഒരേ സമയം ഒരു സെയ്ദി ഇമാമാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡർ കൂടിയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ മുത്തവക്കലൈറ്റ് എന്ന് പറയുന്ന കിങ്ഡം 962 വരെ നിലനിന്നിട്ടുണ്ട്. 948 അവിടെ ഉണ്ടായ ഒരു സൈനിക അട്ടിമറിയിൽ ഈ പറയുന്ന ഇമാം യഹിയ കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ഇമാം യഹിയയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ മകനായ ഇമാം അഹമ്മദ് ബിൻ യഹിയ അധികാരത്തിലെത്തി. അദ്ദേഹം ഈ പറയുന്ന സൈനിക അട്ടിമറിയെ അടിച്ചമർത്തി. അങ്ങനെ അദ്ദേഹം 962 വരെ ഭരണം നടത്തി. വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു ഇമാം അഹമ്മദ് ബിൻ യഹിയ പിന്നീട് യമനിൽ നടത്തുന്നത്. യമനിൽ എന്ന് പറയുമ്പോൾ നോർത്തേൺ യമനാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോഴും സൗത്ത് യമന്റെ ആധിപത്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. നോർത്തേൺ യമനിലെ സാഹചര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 962 ഇമാം അഹമ്മദ് ബിൻ യഹിയ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകനായ മുഹമ്മദ് ബിൻ ബദർ അധികാരത്തിലെത്തുകയാണ്. പക്ഷേ ഈ മുഹമ്മദ് ബിൻ ബദറിന്റെ കാലത്ത് അവിടെ ഒരു ശക്തമായൊരു പ്രക്ഷോഭം ഈ നോർത്തേൺ യമനിൽ ഉടലെടുക്കുകയാണ്. ആ പ്രക്ഷോഭത്തിനൊടുവിൽ 1962 ഈ ഭരണാധികാരിയെ നീക്കം ചെയ്തുകൊണ്ട് യമൻ അറബ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു രാജ്യമായിട്ട് യമൻ അവിടെ ഒരു റിപ്പബ്ലിക് അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് വ്യാപകമായൊരു സിവിൽ വാറിന് പക്ഷേ പിന്നീട് ഈ നോർത്തേൺ യമന് സാക്ഷികളായി. പ്രധാനമായും റോയലിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ ഇമാം മുത്തവക്കലൈറ്റ് ഡൈനാസ്റ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം, അത് അവരുടെ പിന്തുണ, അവർക്ക് ശക്തമായ പിന്തുണയുമായി സൗദി അറേബ്യയും ജോർദാനും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് USSRന്റെയും അതുപോലെ തന്നെ ഈജിപ്തിന്റെ ഒക്കെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്നവരാണ്. ഈ രണ്ട് വിഭാഗവും തമ്മിലുള്ള ഒരു സിവിൽ വാറിനായിരുന്നു പിന്നീട് യമൻ സാക്ഷിയായത്. അങ്ങനെ 970 വരെ ഈ ഒരു സിവിൽ വാർ തുടർന്നുകൊണ്ട് പോയി. അങ്ങനെ 970 പിന്നീട് ഒരു സമാധാന കരാറിലൊക്കെ ഒപ്പിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അതോടുകൂടി ആ പ്രശ്നങ്ങൾ ഒത്തീർപ്പായെങ്കിലും പക്ഷേ നോർത്തേൺ യമൻ പിന്നീടും റിപ്പബ്ലിക്കൻസിന്റെ കയ്യിൽ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. യമൻ അറബ് റിപ്പബ്ലിക്കായി തന്നെ മുന്നോട്ട് പോയി. പിന്നീടുള്ള വർഷങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സൈനിക അട്ടിമറികൾക്കും കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. 974 77 ആയിട്ട് 2 പ്രസിഡന്റുമാർ, ഈ പറയുന്ന യമൻ അറബി റിപ്പബ്ലിക്കിന്റെ 2 പ്രസിഡന്റുമാർ കൊല്ലപ്പെടുന്നുണ്ട്. 1978 അലി അബ്ദുള്ള സ്വാലിഹ് അവിടുത്തെ ഭരണാധികാരിയായിട്ട് വരുന്നത്. പിന്നീട് 33 വർഷത്തോളം ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്നത് അദ്ദേഹം. ഇനി ഇതേ സമയം
സൗത്തേൺ യമൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, സദേൺ യമൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അത് ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ തന്നെയായിരുന്നു തുറന്നു കൊണ്ടുപോയിരുന്നത്. 967 ബ്രിട്ടീഷുകാർ ഈ പറയുന്ന സദേൺ യമനിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് യമൻ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. ഈ 967 അവർ പിൻവാങ്ങുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്നുള്ളത് ശക്തമായ പ്രക്ഷോഭങ്ങൾ തന്നെയായിരുന്നു. NLF എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ, എതിർപ്പുകൾ, പ്രക്ഷോഭങ്ങൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒക്കെ ബാക്കി പത്രമായി 967 ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് പിൻവാങ്ങി പോകുന്നതോട് കൂടിയിട്ട് പിന്നീട് അവിടെ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഒരു സപ്പോർട്ടുള്ള ഒരു USSRൻ്റെ ഒക്കെ സപ്പോർട്ടുള്ള ഒരു ഭരണകൂടമാണ് പിന്നീട് വരുന്നത്. പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് യമൻ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു രാജ്യം അവിടെ അങ്ങനെ ഉടലെടുക്കുകയാണ്. 990 വരെ ഈ സദേൺ യമൻ ഇങ്ങനെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആവുകയും അതേപോലെ തന്നെ നോർത്തേൺ യമൻ ഈ പറയുന്ന യമൻ അറബ് റിപ്പബ്ലിക്കായും പിന്നീട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പക്ഷെ ഇതേ സമയം സദേൺ യമനിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 986 ആയിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഈ മാർക്സിസ്റ്റ് വിഭാഗങ്ങൾക്കിടയിൽ തന്നെ അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. പിന്നെ യമൻ്റെ ഒരു ട്രൈബൽ രീതികളൊക്കെ മാറ്റിമറിക്കുന്ന ഒരു ഭരണമായിരുന്നു ഈ മാർക്സിസ്റ്റ് ഭരണം എന്ന് പറയുന്നത്. അറബ് രാജ്യങ്ങളിൽ ഏക മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രാജ്യമായിട്ടാണ് ഉണ്ടായിരുന്നത് ഈ പറയുന്ന പീപ്പിൾസ് ഡെമോക്രാറ്റിക് യമൻ എന്ന് റിപ്പബ്ലിക് ഓഫ് യമൻ എന്ന് പറയുന്ന ഈ രാജ്യമായിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ ട്രൈബൽ ഒരു സ്ട്രക്ചറിനൊക്കെ നിരോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഭരണകൂടം. എന്തായാലും 990 വലിയൊരു മാറ്റം, ഒരു ടേണിംഗ് പോയിന്റ് യമൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവുന്നത്. 1990 യമന് യൂണിഫിക്കേഷൻ ഉണ്ടാകുന്നത്. അഥവാ നോർത്ത് യമനുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഐക്യ യമൻ അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ അത് വളരെ സമാധാനപരമായിരുന്നു. അങ്ങനെ നോർത്തേൺ യമൻ്റെ പ്രസിഡന്റ് ആയിരുന്ന അലി അബ്ദുള്ള സ്വാലിഹ് ഈ പറയുന്ന റിപ്പബ്ലിക് ഓഫ് യമൻ്റെ പ്രസിഡന്റ് ആവുന്നു. അതുപോലെ തന്നെ സദേൺ ലീഡർ ആയിരുന്ന അലി സാലിം അൽ ബൈദിയെ അതിൻ്റെ വൈസ് പ്രസിഡന്റായും നിയമിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ കൂടി വലിയ പ്രശ്നങ്ങൾ പിന്നീട്, വലിയ വെല്ലുവിളികൾ പിന്നീട് യമന് നേരിടേണ്ടി വരികയാണ്. ഒന്നാമതായി ഈ 2 പൊളിറ്റിക്കൽ സിസ്റ്റമാണ്, 2 ആർമികളാണ്, 2 എക്കണോമിയാണ്. ഇതിനെല്ലാം മെർജ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായിട്ട് പിന്നീട് നിലനിന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, സാമ്പത്തികമായ അസ്ഥിരത ഉണ്ടാവുന്നു, അതിനപ്പുറത്തേക്ക് ഉയർന്ന രീതിയിലുള്ള തൊഴിലില്ലായ്മ അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇതിന് പുറമെ ഈ സൗത്തിലുള്ള നേതാക്കൾക്ക് ഒരു തോന്നുന്നത് അവരെ പൂർണ്ണമായും ഇതിൽ നിന്ന് മാർജിനലൈസ് ചെയ്യുന്നുണ്ട്, സദേൺ യമനെ പൂർണ്ണമായും ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവിടുത്തെ നേതാക്കൾക്ക് ഉണ്ടാവുകയും അങ്ങനെ 994 മറ്റൊരു സിവിൽ വാറിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുകയും ചെയ്യുകയാണ്. 994 ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. സദേൺ യമൻ ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. പക്ഷേ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചെങ്കിൽ കൂടി അലി അബ്ദുള്ള സ്വാലിഹ് അതിനെ ശക്തമായി അടിച്ചമർത്തി. ഈ അടിച്ചമർത്തലോടുകൂടി ആ പ്രശ്നങ്ങൾ എന്നെങ്കിൽ കൂടി സൗത്ത് യമൻ ഈ പറയുന്ന റിപ്പബ്ലിക് ഓഫ് യമൻ്റെ ഭാഗമായിട്ട് തന്നെ തുടർന്നു എന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ പിന്നീടും തുടർന്നുകൊണ്ടേയിരുന്നു. സൗത്തും നോർത്തും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ അവിടെ പിന്നീട് തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിന് ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അലി അബ്ദുള്ള സ്വാലിഹ് ഭയങ്കര ശക്തനായി എന്നുള്ളതാണ്. ഒന്നാമതായി അദ്ദേഹം തൻ്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അടിച്ചമർത്തി ക്രൂരമായൊരു ഭരണം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഇതിനിടയിൽ ഡെമോക്രസിയെ പരിചയപ്പെടുത്തുന്നുണ്ട് യമനിൽ. അദ്ദേഹം കുറച്ച് ഇലക്ഷനുകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു സിംബോളിക് ഇലക്ഷൻ എന്ന് മാത്രമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരിക്കലും അതൊരു യഥാർത്ഥത്തിലുള്ള നീതിയുക്തമായ ഇലക്ഷനുകൾ ആയിരുന്നില്ല പിന്നീട് അവിടെ നടന്നതൊന്നും. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോക്രാറ്റിക് റൂൾ തന്നെ ആയിരുന്നു പിന്നീട് ഈ അലി അബ്ദുള്ള സ്വാലിഹിന്റെ നേതൃത്വത്തിൽ അവിടെ യമനിൽ നടക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ നോർത്തേൺ യമനിൽ നിന്ന് തന്നെ മറ്റൊരു പ്രതിസന്ധി ഈ അലി അബ്ദുള്ള സ്വാലിഹ് നേരിടേണ്ടി വരുന്നത് സയ്യിദി ഷിയാക്കിൽ നിന്നാണ്. കാരണം നോർത്തേൺ യമനാണ് ആധിപത്യം എന്നുണ്ടെങ്കിലും ഈ അലി അബ്ദുള്ള സ്വാലിഹ് എന്ന് പറയുന്നത് ഒരു സുന്നി നേതാവായിരുന്നു, അല്ലെങ്കിൽ സുന്നി ഭരണകൂടം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സയ്യിദി ഷിയ കമ്മ്യൂണിറ്റിയിൽ നിന്നും ശക്തമായ എതിർപ്പ് അവർക്ക് നേരിടേണ്ടി വരികയാണ്. ഒരുപാട് റിബൽ ഗ്രൂപ്പുകൾ അതിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട്, നിരന്തരമായ പോരാട്ടങ്ങൾ. സദേൺ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു അൽ ഹിറക് എന്ന് പറയുന്ന മൂവ്മെന്റ്. അതേപോലെ തന്നെ ഈ നോർത്തേൺ ഭാഗത്ത് നിന്ന് സയ്യിദി കമ്മ്യൂണിറ്റികളുടെ ഭാഗമായിട്ടുള്ള ഒരു റിബൽ ഗ്രൂപ്പായിരുന്നു ഹൂത്തികൾ എന്ന് പറയുന്നത്. 2004 ഹൂത്തികൾ സ്ഥാപിക്കപ്പെടുന്നത്. ഹൂത്തികളുടെ ഒരു സംസ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂത്തിയാണ് ഈ പറയുന്ന ഹൂത്തി മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നത്. അൻസാറുള്ള എന്നൊക്കെയാണ് അവരെ ഒഫീഷ്യലി വിളിക്കപ്പെടുന്നത്. ഇവർ ശക്തമായി ഈ പറയുന്ന അലി അബ്ദുള്ള സ്വാലിഹിന്റെ ഭരണകൂടവുമായി നിരന്തരമായി പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു മൂവ്മെന്റാണ്, റിബൽ ഗ്രൂപ്പാണ് ഹൂത്തികൾ എന്ന് പറയുന്നത്. 2004 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഏകദേശം 6ഓളം ആംഡ് കോൺഫ്ലിക്റ്റുകൾ ഈ പറയുന്ന ഹൂത്തികൾക്കും അതുപോലെ തന്നെ യമനി ഗവൺമെന്റിനും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
ഈ 2004 തന്നെ ഹുസൈൻ ബദറുദ്ദീൻ അൽ ഹൂത്തി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സഹോദരനാണ് പിന്നീട് ഹൂത്തികളുടെ ഒരു ചുമതല ഏറ്റെടുക്കുന്നത്. 2010 വരെ നിരന്തരമായി ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ ഉണ്ടാവുന്നു. 2011 അറബ് വസന്തം വരുന്നതോട് കൂടിയിട്ട് കാര്യങ്ങൾ ഒന്നുകൂടി മാറിമറിയുകയാണ്. 2011 അറബ് വസന്തം എന്ന് പറയുന്നത് അറബ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അറബ് ലോകത്തെ പല രാജ്യങ്ങളിലും, ട്യൂണീഷ്യ, ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വർഷങ്ങളായിട്ട് ആധിപത്യം സ്ഥാപിച്ചു വരുന്ന ഏകാധിപതികളായ ഭരണാധികാരികളെ തുടച്ചു നീക്കുക എന്നതായിരുന്നു അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എഫക്റ്റ് യഥാർത്ഥത്തിൽ യമനിലേക്ക് കൂടി എത്തി. യമനിലെ ആദ്യകാലത്ത് 2011 തുടക്കകാലത്ത് തന്നെ യമനിലേക്ക് ഈ അറബ് വസന്തം വരികയും അത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. പ്രക്ഷോഭകാരികളുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് 1978 മുതൽ അവിടെ ഭരണം സ്ഥാപിച്ച് അല്ലെങ്കിൽ ഭരണം നടത്തിക്കൊണ്ടുവരുന്ന അലി അബ്ദുള്ള സ്വാലിഹിനെ അവിടെ നിന്നും ഭരണത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. എന്തായാലും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അങ്ങനെ പ്രസിഡൻഷ്യൽ പാലസിൽ നടന്നൊരു ബോംബിങ്ങിൽ ഈ അലി അബ്ദുള്ള സ്വാലിഹിന് വളരെ ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും പ്രക്ഷോഭങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് GCC, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഇതിലേക്ക് ഇടപെടുന്നത്. അങ്ങനെ GCCയുടെ കൂടി സമ്മർദ്ദത്തിന് വഴങ്ങി 2011 നവംബറിൽ ഈ അലി അബ്ദുള്ള സ്വാലിഹ് ഭരണത്തിൽ നിന്നും ഇറങ്ങി എന്നുള്ളതാണ്. അങ്ങനെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മൻസൂർ അൽ ഹാദിയാണ് പിന്നീട് അടുത്ത പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുന്നത്. അബ്ദുറബ് മൻസൂർ അൽ ഹാദിയാണ് പിന്നീട് പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുന്നത്. അങ്ങനെ അദ്ദേഹം ചുമതലയേറ്റു. പക്ഷെ അപ്പോഴും പ്രശ്നങ്ങൾക്കൊരു അറുതി വന്നിട്ടുണ്ടായിരുന്നില്ല. 2014 ഹൂത്തികൾ ഈ അലി അബ്ദുള്ള സ്വാലിയുമായി സഖ്യം ചേരുകയും അങ്ങനെ അന്നത്തെ പ്രസിഡന്റായ മൻസൂർ അൽ ഹാദിക്കെതിരെ അവർ വീണ്ടും പ്രക്ഷോഭം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ മൻസൂർ അൽ ഹാദിക്ക് അവസാനം എതിരെയുള്ള പ്രക്ഷോഭത്തിനൊടുവിൽ ഈ പറയുന്ന ക്യാപിറ്റലായ സൻആ പിന്നീട് ഈ ഹൂത്തികൾ പിടിച്ചെടുത്തു. അങ്ങനെ ഈ ഹൂത്തികൾ ഇത് പിടിച്ചെടുത്തോട് കൂടിയിട്ട് മൻസൂർ അൽ ഹാദിക്ക് അവിടെ നിന്ന് പിന്നീട് രാജ്യം വിട്ടോടേണ്ടി വന്നു. അദ്ദേഹം ആദ്യം ഏദനിലേക്ക് പോയി, സൗത്ത് യമനിലെ പ്രദേശമായ ഏദനിലേക്ക് പോവുകയും പിന്നീട് അവിടുന്ന് സൗദി അറേബ്യയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ സൗദി അറേബ്യയുടെ കൂടി നേതൃത്വത്തിൽ പിന്നീട് 2015 മുതൽ സൗദി അറേബ്യ പിന്നീട് യമന്റെ പ്രശ്നത്തിലേക്ക് ഇടപെടുകയും അങ്ങനെയാണ് സൗദി അറേബ്യ കൂടി ഇടപെട്ടുകൊണ്ട് പിന്നീട് ഒരു വലിയ പ്രശ്നം ഹൂത്തികളുമായി ഈ ഗവൺമെന്റ് ഹൂത്തികൾ തമ്മിലൊരു പോരാട്ടം ഉണ്ടാവുന്നത്. സൗദി അറേബ്യ കൂടി ഈ പറയുന്ന ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. നിരന്തരമായ എയർ സ്ട്രൈക്കുകൾ നടക്കുന്നു. യമനിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടക്കുന്നു. അത് വലിയ രീതിയിൽ യമനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. നിരന്തരമായ യുദ്ധങ്ങൾ, ഒരുപാട് സിവിലിയൻസ് അവിടെ കൊല്ലപ്പെടുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ തകർക്കപ്പെടുന്നുണ്ട്, ഹോസ്പിറ്റലുകൾ, മാർക്കറ്റുകൾ, സ്കൂളുകൾക്കൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ മിസൈലുകൾ വരുന്നു, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ യമനെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയ ഒരു യുദ്ധമായിരുന്നു പിന്നീട് ഹൂത്തികളും സൗദി അറേബ്യ, അഥവാ ഹൂത്തികളും ഗവൺമെന്റും സൗദി അറേബ്യ പിന്തുണയുള്ള ഗവൺമെന്റും തമ്മിൽ ഉണ്ടാവുന്നത്. എന്നാൽ 2017 ഇവിടെ മറ്റൊരു സംഘടന കൂടി രൂപപ്പെടുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ പറഞ്ഞു വരുന്നത് നോർത്തേൺ യമൻ പൂർണ്ണമായും സൗദി അറേബ്യ ഹൂത്തികളുടെ കയ്യിലാണ്. സൻആ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൂത്തികളാണ് നിലവിൽ ഭരണം നടത്തുന്നത്. എന്നാൽ സൗത്ത് പറയുന്ന യമൻ എന്നുള്ളത് ഈ മൻസൂർ അൽ ഹാദിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ് അവിടെ ഭരണം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. എന്നാൽ 2017 സൗത്ത് ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു പുതിയ സംഘടന ഈ സൗത്ത് യമനിൽ സ്ഥാപിക്കപ്പെടുകയാണ്. ഐദ്രോസ് അൽ ജുബൈദിയാണ് അതിൻ്റെ നേതാവ്. അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇത് സൗത്ത് യമനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കി 1990 മുമ്പ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. പക്ഷേ അപ്പോൾ അവർക്ക് നിരന്തരമായി അവിടുത്തെ ഗവൺമെന്റുമായും ഈ പറയുന്ന ഒഫീഷ്യലി ഇന്റർനാഷണലി അംഗീകരിക്കപ്പെടുന്ന യമനി ഗവൺമെന്റുമായി ഇവർക്കും ഈ സദേൺ ട്രാൻസിഷണൽ കൗൺസിലിന് നിരന്തരമായ ഒരു പോരാട്ടങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നുണ്ട്. എന്നാൽ 2022 സൗദിയുടെ കൂടി നിർബന്ധത്തിന് വഴങ്ങി മൻസൂർ അൽ ഹാദി രാജിവെച്ച് ആ ഭരണം പിന്നീട് പ്രസിഡൻഷ്യൽ കൗൺസിൽ എന്ന് പറയുന്ന ലീഡർഷിപ്പ് പ്രസിഡൻഷ്യൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അതിൽ ഏകദേശം 8 മെമ്പർമാരുണ്ടാവും. പ്രധാനമായും ആന്റി ഹൂത്തി വിരോധികളായ ആന്റി ഇറാൻ വിരോധികളായ ആളുകളെയാണ് ഇതിൽ നിയമിക്കപ്പെട്ടത്. അങ്ങനെ അതൊരു അംബ്രല മൂവ്മെന്റ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രസിഡൻഷ്യൽ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത്. ഈ പറയുന്ന ഹൂത്തി വിരുദ്ധരായ എല്ലാവരെയും അതിൽ ചേർക്കുക എന്നുണ്ടായിരുന്നു. അങ്ങനെ സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ കൂടി ഈ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പിന്റെ ഭാഗമായി എന്നുള്ളതാണ്. നിലവിൽ ഇങ്ങനെ 2 രീതികളിലാണ് ഭരണം മുന്നോട്ട് പോകുന്നത്. ഒന്ന് ഹൂത്തികൾ നയിക്കുന്ന ഭരണവും അതുപോലെ തന്നെ മറ്റൊന്ന് ഈ പറയുന്ന പ്രസിഡൻഷ്യൽ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഭരണകൂടം എന്നുള്ളതാണ്. പ്രസിഡൻഷ്യൽ കൗൺസിലിന്റെ ഇപ്പം നിലവിലെ നേതാവ് എന്ന് പറയുന്നത് റഷാദ് അൽ അലീമിയാണ്. ഈ സദേൺ ട്രാൻസിഷൻ കൗൺസിലിന്റെ നേതാവായ ഐദ്രോസ് അൽ ജുബൈദിയാണ് ഈ പ്രസിഡൻഷ്യൽ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിലവിലുള്ളത്. ഈ രീതിയിലാണ് ഇപ്പം നിലവിൽ യമനിലെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലാണ്
യമന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും പ്രശ്നങ്ങൾ അടങ്ങിയിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ യമനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലേക്ക് അത് പോയി. യുഎന്നിൻ്റെ ഒക്കെ ഇതുപോലെ പ്രകാരം ലോകത്തെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് യമനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഭക്ഷ്യക്ഷാമവും തൊഴിലില്ലായ്മയും ഒക്കെ കൂടി ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ യമന് നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് യമനിന്റെ ഫോറിൻ പോളിസിയെ കുറിച്ചാണ്, വിദേശ നയത്തെ കുറിച്ചാണ്. ഒരു മുത്തവക്കലൈറ്റ് കിങ്ഡത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അവർ പൂർണ്ണമായും ഒരു മറ്റ് രാജ്യങ്ങളുമായി കൂടുതലായി ബന്ധം സ്ഥാപിക്കാത്ത ഒരു നയമായിരുന്നു മുത്തവക്കലൈറ്റ് കിങ്ഡം അവർക്കുണ്ടായിരുന്നത്. സൗദി അറേബ്യയായിട്ടൊക്കെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം UK, ഇറ്റലി ഇവരുമായിട്ടൊക്കെ ഒരു കരാറിലായിരുന്നു മുത്തവക്കലൈറ്റ് കിങ്ഡം മുന്നോട്ട് പോയിരുന്നത്. 962 മുത്തവക്കലൈറ്റ് കിങ്ഡം മാറിയിട്ട് പുതിയ യമൻ അറബ് റിപ്പബ്ലിക് വന്നപ്പോൾ അവർ ഈ നോർത്തേൺ യമനിൽ അവർ പ്രധാനമായും ഈ പറയുന്ന സൗദി അറേബ്യയുമായിട്ടൊക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങളിലേക്ക് പോയി. അതുപോലെ തന്നെ ഈജിപ്തുമായിട്ടൊക്കെ ഒരു ബാലൻസിങ് ആയുള്ള ഒരു രീതിയായിരുന്നു, സോവിയറ്റ് യൂണിയൻ്റെ ഒക്കെ ഒരു ബാലൻസിങ് ഫോറിൻ പോളിസി ആയിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അതേസമയം സദേൺ യമൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 967 സ്വാതന്ത്ര്യത്തിന് ശേഷം അവർ കൂടുതലായി USSRനെ ഒരു പിൻപറ്റിയുള്ള USSRുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഫോറിൻ പോളിസി ആയിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. എന്തായാലും അലി അബ്ദുള്ള സ്വാലിയുടെ ഒരു ഫോറിൻ പോളിസി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പല കാര്യങ്ങളിലും US-ഉമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതേസമയം മറ്റ് അറബ് രാജ്യങ്ങളുമായുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവരുമായി ഒരു നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഈ യൂണിഫൈഡ് ആയ യമന് ശേഷം തന്നെ ആ രീതിയിൽ അങ്ങനെയാണ് അവർ അറബ് ലീഗിൻ്റെ ഒക്കെ ഭാഗമാവുന്നത്. യൂണിഫൈഡ് 1990 ശേഷമാണ് യമന് അങ്ങനെ വരുന്നത്. ഈ അറബ് വസന്തത്തിന് ശേഷം ഹൂത്തികൾ അധികാരം പിടിച്ചതിന് ശേഷം ഒരു ഹൂത്തി വിഭാഗം നയിക്കുന്ന ഗവൺമെന്റ് ഇറാനെ സപ്പോർട്ട് ചെയ്യുകയും സൗദി അറേബ്യയുമായി നിരന്തരമായ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതേസമയം സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വിഭാഗം അപ്പുറത്ത് ഭരണം നടത്തുന്നുമുണ്ട്. അവർ നിരന്തരമായി ഇറാനുമായും ഒരു സംഘടനയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്റർനാഷണലി അംഗീകരിക്കപ്പെടുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലാണ്. അഥവാ സൗദി അറേബ്യയും അമേരിക്കയും ഒക്കെ പിന്തുണക്കുന്ന ഒരു വിഭാഗവും, മറ്റൊന്ന് ഹൂത്തികളുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ്. അവരെ പൂർണ്ണമായും ഇറാൻ പിന്തുണക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയാണ് യമനിൽ നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു നോക്കാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ യമനെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കീർണമായ ചരിത്രമാണ് അവർക്ക് പറയാനുള്ളത്. എല്ലാ കാലത്തും ഒരു യൂണിഫൈഡ് ആയ യമൻ എന്നുള്ളത് സാധ്യമായിരുന്നില്ല. എപ്പോഴും ഈ ട്രൈബൽ കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിന്നൊരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. അത് നിലവിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അവർക്കിടയിലെ പ്രശ്നങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്കൊന്നും ഒരു കുറവില്ല. അത് അവിടുത്തെ ജനങ്ങളെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് നേരിടുന്ന ഒരു ജനവിഭാഗമാണ് യമനിലെ ജനവിഭാഗം. ഭക്ഷ്യക്ഷാമവും തൊഴിലില്ലായ്മയും ഒക്കെ മൂലം പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് യമനിൽ കാണാൻ കഴിയും. പലപ്പോഴും അവർ അന്താരാഷ്ട്ര തലത്തിൽ പല വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ കൂടി അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിസന്ധികളിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് യമനെ കുറിച്ച് ടോട്ടലി നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്.